2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ദിയ കൃഷ്ണയ്ക്കെതിരായ കേസിൽ കോടതി വിധി പുറത്തു വന്നത്. ആ സമയത്ത് കോടതിയിൽ ഹാജരായത് ദിയയുടെ അച്ഛൻ മാത്രമായിരുന്നു. എന്നാൽ ദിയ കൃഷ്ണ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയത്. അമ്മ സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിനുമാണ് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് കൃഷ്ണകുമാരുടെ മറുപടി. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ച് ദിയ കൃഷ്ണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ പറയുന്നത് ദിയ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളും ദിയ കൃഷ്ണയുടെ ആരോഗ്യാവസ്ഥയെ പറ്റിയെല്ലാം തന്നെ വളരെ വ്യക്തമായി കാണിക്കുന്ന തരത്തിലായിരുന്നു ചിത്രങ്ങൾ പുറത്തുവിട്ടത്. അതേസമയം ദിയ കൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞു എന്നും എല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയാണ് എന്നും ദിയ കൃഷ്ണയ്ക്ക് ആൺകുട്ടിയാണ് ജനിച്ചത് എന്നും ചില കാര്യങ്ങൾ കൊണ്ട് അത് രഹസ്യമായി വെച്ചിരിക്കുകയാണ് എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിൽ അഭ്യൂഹങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ദിയ കൃഷ്ണയുടെ പ്രസവത്തിന്റെ കാര്യം പുറത്തു വിടാത്തത് എന്നും ഉടനെ തന്നെ ദിയ കൃഷ്ണയുടെ കാര്യം പുറത്തു വെളിയിൽ വരുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. ആശുപത്രിയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ദിയയും അശ്വിനും മാത്രമല്ല, കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എല്ലാവരും ഒരുപാട് കൊതിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ദിയയെ എല്ലാ സൗകര്യമുള്ള ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചത്. കുഞ്ഞിനെ വന്നതും സന്തോഷകരമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും വലിയമ്മയും കുഞ്ഞമ്മമാരും കൂടി എല്ലാം തന്നെ ആശുപത്രിയുടെ ലേബർ റൂമിന് പുറത്തായി കാത്തിരിക്കുന്നുണ്ട് എന്ന തരത്തിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ദിയ കൃഷ്ണ താരപുത്രിക്ക് ജന്മം നൽകും എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശനുമായി ജനിച്ചത് ആൺകുഞ്ഞാണ് എന്ന തരത്തിലും ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ യാഥാർത്ഥമായ തരത്തിലുള്ള സോഴ്സുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.